നമസ്കാരം. സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തുന്ന കേരളത്തിലെ പുരുഷന്മാർ ലിംഗപരമായ മാനദണ്ഡങ്ങളിൽ കൂടുതൽ യാഥാസ്ഥിതിക മനോഭാവം പ്രകടിപ്പിക്കുന്നവരാണെന്ന് ലോകബാങ്ക് പഠനം. 2022 പ്രസിദ്ധീകരിച്ച ഈ പഠനം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പഠനത്തിലെ വിവരങ്ങൾ വെളിയിൽ വന്നതോടെ കടുത്ത ആശങ്ക പങ്കുവച്ച് കോൺഗ്രസ് MP ശശി തരൂരും രംഗത്തെത്തി. മുസ്ലിം സമൂഹത്തിനുള്ളിൽ ആത്മപരിശോധന നടത്തണമെന്നാണ് തരൂർ ആവശ്യപ്പെട്ടത്. കേരളത്തെ അസ്വസ്ഥമാക്കുന്ന വിവരങ്ങളാണ് പഠനത്തിൽ കൂടുതലും ഉള്ളത്. സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയവർ സ്ത്രീകൾക്കെതിരായ ശാരീരിക അതിക്രമങ്ങളോട് അതിരുകടന്ന മനോഭാവം പ്രകടിപ്പിക്കുന്ന പ്രവണത കാണിക്കുന്നുണ്ടെന്നാണ് ലോകബാങ്ക് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത്. ഇത് വെളിയിൽ വന്നതോടെയാണ് തരൂർ രംഗത്തെത്തിയത്. പഠനത്തിന്റെ കണ്ടെത്തലുകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച തരൂർ മുസ്ലിം സമൂഹത്തിനുള്ളിൽ പഠനത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വിദേശത്ത് നിന്ന് യാഥാസ്ഥിതികവും പ്രതിലോമകരവുമായ മനോഭാവങ്ങളും ആചാരങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് തരൂർ നൽകുന്നത്. കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടിപ്പോയവർ പണം മാത്രമല്ല, സാമൂഹിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഗൾഫ് നാടുകളിൽ നിന്നും കുടിയേറ്റക്കാരുടെ മാതൃ സമൂഹത്തിലേക്ക് മാറ്റുന്നുണ്ടോ എന്നതായിരുന്നു പഠനത്തിന്റെ പ്രധാന ചോദ്യം. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ 2013 കേരള മൈഗ്രേഷൻ സർവേ ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത്. കേരളത്തിലെ 14 ജില്ലകളിലെയും 63 താലൂക്കുകളിലെയും 14,575 വീടുകളിൽ 63,230 കുടുംബങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത്. സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങുന്ന കുടിയേറ്റക്കാരുടെ ലിംഗാധിഷ്ഠിത അക്രമത്തോടുള്ള മനോഭാവം 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ പ്രകാരം കൂടുതൽ യാഥാസ്ഥിതികമാണെന്ന് പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന്. സൗദിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന കേരള കുടിയേറ്റക്കാർ ലിംഗാധിഷ്ഠിത ആക്രമത്തോടുള്ള മനോഭാവം, ഗാർഹിക തീരുമാനങ്ങൾ എടുക്കൽ, തീവ്രമായ ലിംഗ മാനദണ്ഡങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ലിംഗപരമായ മനോഭാവങ്ങളിൽ കുടിയേറ്റക്കാരല്ലാത്തവരേക്കാൾ ഗണ്യമായി യാഥാസ്ഥിതികരാണെന്നാണ് ഈ ഗവേഷണ പ്രബന്ധം പറയുന്നത്. കുടിയേറ്റക്കാരല്ലാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൗദിയിൽ തിരിച്ചെത്തിയവരുടെ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമായിരുന്നു. നാട്ടിലുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളെക്കുറിച്ചുള്ള സമീപനങ്ങളിൽ സൗദിയിൽ നിന്നും മടങ്ങി വന്നവർ ഏകദേശം 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, ബലാത്സംഗ കേസുകളിൽ ഇരയെ കുറ്റപ്പെടുത്തുന്ന പോലുള്ള തീവ്ര സമീപനങ്ങളിൽ ഏകദേശം 2.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടുതൽ യാഥാസ്ഥിതിക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ 43% പേർ ഭാര്യ അനുസരണക്കേട് കാണിച്ചാൽ പുരുഷന് തൻ്റെ ഭാര്യയെ അടിക്കാൻ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ 37% പേർക്കും അഭിപ്രായം ഇതുതന്നെയാണ്. ഭാര്യയോ മകളോ വീടിന് പുറത്ത് സ്വതന്ത്രമായി സഞ്ചരിച്ചാൽ പുരുഷന് സമൂഹത്തിൽ ബഹുമാനം നഷ്ടപ്പെടുമെന്നാണ് സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയവരിൽ 75.3% പേരും വിശ്വസിക്കുന്നത്. രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന സ്ത്രീയോ പെൺകുട്ടിയോ ലൈംഗിക പീഡനത്തിന് ഇരയാകുകയാണെങ്കിൽ കുറ്റം വനിതകൾക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയവർ. കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പഠനമാണ് ലോകബാങ്ക് പുറത്തുവിട്ടത്. തരൂരിന്റെ ഇടപെടൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾ വരുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു.